ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാനിവിടെ കപ്പയും മത്തി കറിയും വറുത്തിട്ടുമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 വിസിൽ അടിക്കുന്നവരേക്കും ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കരിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ അത് അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും ഞാനിവിടെ സവാള ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ എനിക്കൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 സവാള നന്നായിട്ട് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം പോകുമ്പോഴേക്കും ഒരു 3 തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അത് മീഡിയം സൈസിലൊരു 3 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എണ്ണ തെളിയുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാതെ നോക്കണം. പിന്നെ ഇതിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുളമ്പ് മസാലത്തൂളാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മീൻ കൂട്ടാൻ ഏറ്റവും ബെസ്റ്റാണത്. അപ്പോൾ അതൊരു 3 സ്പൂൺ ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ശേഷം ഞാൻ ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം മോൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ലഞ്ച് റെഡി ആയിട്ടുണ്ടോ എന്ന്. അവന് കപ്പ നല്ല ഇഷ്ടമാണ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ മീനുകളൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഞാൻ മീൻ വറുക്കാനുള്ള പണിയാണല്ലോ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞിട്ട് അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ. അത് ഞാൻ പാൻ ചൂടായ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ മീൻ അങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അത് ഗ്യാസിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ജാറിൽ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ, അരയ്ക്കണ്ട. പിന്നെ അത് നമ്മൾ അതിൽ ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെയാണ് നമുക്ക് പണിയുള്ളത്. അത് നന്നായി കുത്തി ഉടച്ച് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ ആകുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ എല്ലായിടത്തും കപ്പ ഓരോ തരത്തിലാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കും കുട്ടികൾക്കൊക്കെ ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് ലഞ്ചിന് ഇതാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കപ്പയും ബീൻസും ക്യാരറ്റും കൂടിയുള്ള തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയും അതുപോലെ മീൻ വറുത്തതും നമ്മുടെ സ്റ്റാറായിട്ടുള്ള മത്തിക്കറിയും എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ ഇപ്പോൾ സ്വതവേ കപ്പ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും ചോറ് ഉണ്ണില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇന്ന് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.